ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് രാജ്മ മസാല എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. 250 ഗ്രാം രാജ്മ, 3 സവാള, 2 കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, 2 ഏലയ്ക്ക, 1 കഷ്ണം പട്ട, അല്പം കായം, 2 തക്കാളി. പിന്നെ ആവശ്യമായ പൊടികൾ: 2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടി. കടുക് താളിക്കാൻ കടുകിന് പകരം നമ്മൾ ജീരകം എടുക്കണം. ആ ജീരകം, അല്പം കസൂരി മേത്തി. ഇത് രാജ്മ ഒരുപാട് വേവുള്ള സാധനമാണ്. അത് നമ്മൾ തലേന്ന് ചൂടുവെള്ളത്തിൽ കുതിരാനിടണം. ഒരു 10-12 മണിക്കൂറെങ്കിലും അത് കുതിരണം. സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഏലയ്ക്ക, പട്ട, കായം ഇവ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് ആവശ്യമായ എണ്ണ ഒഴിക്കാം. എണ്ണ തന്നെ എടുക്കണം, വെളിച്ചെണ്ണ എടുക്കരുത്. എണ്ണയിലേക്ക് നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് അരച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇളക്കി ഒന്ന് തിളച്ച് വരണം. പച്ചമണമൊക്കെ ഒന്ന് പോയി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഇതുപോലെ തിളയ്ക്കണേ. അതിലേക്ക് പൊടികളിട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. പൊടികളുടെയും പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നതിന് ശേഷം മാത്രം കുതിർത്ത് വെച്ചിരിക്കുന്ന രാജ്മ ഇട്ട് കൊടുക്കാം. രാജ്മ ഒരു 7-10 വിസിലെങ്കിലും അടിക്കണം, നന്നായി വേവണമെങ്കിൽ. അത്രയ്ക്ക് വേവുള്ള സാധനമാണ്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. ഈ ഒരു കറി മാത്രം മതി നമുക്ക് ഫുഡ് കഴിക്കാൻ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നികക്ക നിൽക്കണം വെള്ളം. നമ്മൾ ആ മസാല അരച്ചില്ലേ, ആ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. നന്നായിട്ട് വേവണം കേട്ടോ. അതാണ് ഒരു 7-8 വിസിലെങ്കിലും അടിക്കണമെന്ന് പറഞ്ഞത്. എനിക്ക് അത്രയും വേണ്ടി വന്നു. ഒരു 5 വിസിലൊക്കെ അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക. ഇതുപോലെ വെന്ത് വരണം കേട്ടോ. അതിനുശേഷം അല്പം കസൂരി മേത്തി നന്നായി കൈകൊണ്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കുക. അതിനുശേഷം സ്വാദിഷ്ടമായ രാജ്മ മസാല തയ്യാറായി. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.